4 വിഭാഗം നരക സ്ത്രീകളെയും പരിചയപ്പെടുത്തി. ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാൻ ഫാഹിഷത്തുൽ കലാം ഔ തവീലത്തുൽ ലിസാൻ. നാവ് മോശമായ പെണ്ണിനെ അല്ലാഹു നരകത്തിലാണ് വലിച്ചെറിയുക. മോശം നാവ് എന്ന് പറഞ്ഞാൽ എന്താ? നാക്ക് പഠിക്കാത്ത പെണ്ണെന്നല്ല അതിന്റെ അർത്ഥം. അല്ലെ ദുർഗന്ധം വമിക്ക് നാക്കെന്നല്ല. പിന്നെ ഐ തവീലത്തുൽ ലിസാൻ, നീളമുള്ള നാക്കുള്ള പെണ്ണ്. നീളമുള്ള നാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ബെല്ലാരെ വരെ നീളമുള്ള നാന്നോ അതിന്റെ അർത്ഥം. വായിന്ന് വരുന്ന സാധനം വലിയ നീളമുള്ള സാധനം, ഫോർ രജിസ്ട്രേഷൻ സാധനം വായിന്ന് വീഴുന്നത്. അത് ഭർത്താവെന്നില്ല, ഒപ്പാന്നില്ല, ഉമ്മാന്നില്ല, അയൽപക്കക്കാരെന്നില്ല, ആരെന്നില്ല. വായിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന സാധനം, വല്ലാത്ത ശബ്ദമുള്ളത്, വല്ലാത്ത സാധനം. അവള് നരകത്തിലാണ്. അതിനെ വിശദീകരിക്കാൻ ഒരുപാട് ഹദീസുകൾ വേറെ ഉണ്ട്, സമയമില്ല, പെട്ടെന്ന് നിർത്താൻ പോവുകയാണ്. അപ്പൊ അവള് നരകത്തിലാണ്. ഇംറഅത്തുൻ ബദിയത്തുൽ ലിസാൻ. രണ്ടാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. ഇംറഅത്തുൻ തഖ്റുജ് ലാ തസ്തുറു നഫ്സഹാ വ തഖ്റുജു മിൻ ബൈതിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെണ്ണ്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പെണ്ണ്, ഇവളെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുക മാത്രമല്ല, അവൾ നാളെ നരകത്തിന്റെ അവകാശിയാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഭാര്യമാരൊക്കെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചോണം. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ സ്വന്തം വാപ്പായെ കാണാനാണെങ്കിലും പോകാൻ പാടില്ല, ഉമ്മായെ കാണാനാണെങ്കിലും പോകാൻ പാടില്ല. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങരുത്. അങ്ങനെ പോയാൽ അവൾ നരകത്തിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ നരക സ്ത്രീയായ പെണ്ണ് ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്. ഒരു ഭർത്താവിനെ കൊണ്ട് ഏറ്റെടുക്കാൻ പറ്റാത്ത ജോലി ആ ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പെണ്ണേ, അവൾ നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി. ഒരുപാട് വിശദീകരിക്കേണ്ട ഭർത്താക്കന്മാരുടെ എന്താ കടമ, എന്താണ് ഈ അടിച്ചേൽപ്പിക്കുന്ന ഭാര്യ, എന്താണ് ഉത്തരവാദിത്വം എന്നുള്ളത് ഒരുപാട് പറയാനുള്ളത് സമയമില്ലല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭർത്താവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഭാര്യ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ആ ഡ്രസ്സ് വേണം, ഈ ഡ്രസ്സ് വേണം, അവിടെ പോണം, ഇവിടെ പോണം, ആ വണ്ടി വേണം, ഈ വണ്ടി വേണം, ആ കടല സ്വർണം മതി, ഈ കടല സ്വർണം വേണ്ട, ആ കടലത്തെ വസ്ത്രം മതി, ഈ വസ്ത്രം വേണം, ഇന്നത്തെ ഐക്കൂറ തല വേണം, ഇന്ന് ഐക്കൂറ വേണം, മറ്റേ ഈ ചങ്ങാതിക്ക് മത്തി വാങ്ങാൻ കാശില്ലാത്ത ചങ്ങാതി എടുത്ത് 700 രൂപയുടെ ഐക്കൂറ വേണമെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കും? ആലോചിച്ച് വെക്കാണ്. അങ്ങനെ നിർബന്ധിക്കാമോ? ഇല്ല. അങ്ങനെ നിർബന്ധിക്കുന്ന പെണ്ണ് നരകത്തിലാണ്. നബിയുനാ റസൂലുള്ളാഹി. നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണ് ഇംറഅത്തുൻ, ഒരു പെണ്ണ് ലൈസ ലഹാ ഹമ്മുൻ ഇല്ലൽ അക്ലു വശുർബു വന്നൗം വലൈസ ലഹാ റഗ്ബത്തുൻ ഫിസ്സലാ വലാ ഫീ ത്വാഅത്തില്ലാഹ് വലാ ഫീ ത്വാഅത്തി റസൂലില്ലാഹ് വലാ ഫീ ത്വാഅത്തി സൗജിഹാ. നാലാമത്തെ നരക സ്ത്രീയായ പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്. അവൾക്ക് തിന്നുക, കുടിക്കുക, ഉറങ്ങുക, ഇതല്ലാതെ മറ്റ് ലക്ഷ്യം അവൾക്കില്ല. തിന്നുക, കുടിക്കുക, ഉറങ്ങുക. വലൈസ ലഹാ റഗ്ബത്തുൻ ഫിസ്സലാ, അവൾക്ക് നമസ്കാരത്തിനോട് താല്പര്യമില്ല. വലാ ഫീ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിനെ വഴിപ്പെടാനും അവൾക്ക് ഇഷ്ടമില്ല. വലാ ഫീ ത്വാഅത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല. വലാ ഫീ ത്വാഅത്തി സൗജിഹാ, തന്റെ ഭർത്താവിനെ അനുസരിക്കാനും അവൾക്ക് ഇഷ്ടമില്ല. വീട് ഭരിക്കുന്നത് ഇവളാണ്, ഇവളുടെ കീഴിലാണ് ഭർത്താവ്. ഇവളുടെ ചൊൽപ്പൊടിക്ക് ഭർത്താവ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണാണിവൾ. അല്ലാഹുവിനെ വഴിപ്പെടാനോ നമസ്കാരം നിലനിർത്താനോ ഇഷ്ടമില്ലാതെ സദാസമയവും TV സീരിയൽ കണ്ട് ആനന്ദിക്കുന്ന പെണ്ണ് ഇവൾ നരകത്തിലാണ്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എന്റെ സഹോദരങ്ങളെ, സഹോദരിമാർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിഭവങ്ങളാണ്. സ്വീകരിച്ചാൽ അവർക്ക് നല്ലത്, ഇനി സ്വീകരിച്ചില്ല എങ്കിൽ വലാ യസ്റു വാസിറത്തുൻ വിസ്റ ഉഖ്റ, അവരുടെ ചുമട് മറ്റാരും എടുക്കുകയില്ല, അത് അവർ തന്നെയാണ് എടുക്കുക. അതുകൊണ്ട് ആഖിറത്തിന് വേണ്ടി കുറെ സമ്പാദിച്ചോ, ആഖിറത്തെ ഭയപ്പെട്ട് ജീവിച്ചോ. അതാണ് അല്ലാഹു പറഞ്ഞത്, യാ അയ്യോ
ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നാളെ ഒരു ദിവസം മരണം നിന്നെ തേടിയെത്തുമെന്ന കാര്യം കൊണ്ട് അത് ഓർത്തുകൊണ്ട് ജീവിക്കണേ, ഓർത്തുകൊണ്ട് ജീവിക്കണേ. ഓരോ വീടിന്റെ പടിവാതിൽക്കൽ വന്ന് മലക്കുൽ മൗത്ത് വിളിച്ചു പറയുകയാണ്, അയ്യുഹന്നാസ് അർറഹീൽ, മരിക്കാൻ തയ്യാറായിക്കോ, വാഹനമിതാ നിന്റെ വീടിന്റെ ഉമ്മറപ്പടിയിലുണ്ട്, നിന്നെ വഹിച്ചു കൊണ്ടുപോകാൻ വന്നവരാണ് ഞങ്ങൾ, അതുകൊണ്ട് വല്ലതും സമ്പാദിക്കണേ, സമ്പാദിക്കണേ. വെറും കയ്യോടെ അസ്രായിലിനെ സ്വീകരിക്കല്ലേ, വെറും കയ്യോടെ പള്ളിക്കാട്ടിലേക്ക് പോകല്ലേ, വെറും കയ്യോടെ അല്ലാഹുവിനെ കാണാൻ പോകരുതേ. അതുകൊണ്ട് എന്തെങ്കിലും നാളേക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കണേ, അല്ലാഹുവിനെ ഭയപ്പെടണമേ. ലാ യസ്തവീ അസ്ഹാബുൻ നാരി വഅസ്ഹാബുൽ ജന്നാ, സ്വർഗവാസികൾ നരകവാസികൾ സമമല്ല, സമമല്ല. സ്വർഗത്തെ സൃഷ്ടിച്ചത് പടച്ചവനാണ്, നരകത്തെയും പരിചയപ്പെടുത്തിയത് പടച്ചവനാണ്. പക്ഷേ അല്ലാഹുവിന്റെ ആഗ്രഹം, നബി തങ്ങളുടെ ആഗ്രഹം സ്വർഗത്തിന്റെ അവകാശികളാകാനാണ്, നരകത്തിന്റെ അവകാശികളാകാനല്ല. നരകവാസികളും സ്വർഗവാസികളും സമമല്ല. വീണ്ടും അല്ലാഹു എടുത്തു പറയുകയാണ്, അസ്ഹാബുൽ ജന്നതി ഹുമുൽ ഫായിസൂൻ, സ്വർഗവാസികളാണ് വിജയം വരിച്ചവർ, സ്വർഗവാസികളാണ് വിജയം വരിച്ചവർ. ഫമാ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അല്ലാഹു ഖുർആനിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. നാളെ മഹ്ശറ വൻസഭയിൽ നമ്മെ നിർത്തപ്പെടുമ്പോ ആരൊരാൾ നരകത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ട് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ലഭിച്ചുവോ ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ, അവരാണ് വിജയികൾ. അതുകൊണ്ട് ഒന്നുകൂടെ താക്കീത് നൽകുകയാണ്, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ദുനിയാവിലെ ജീവിതം കളിയാണ്, തമാശയാണ്, വിനോദമാണ്, സമയം പാഴാക്കലാണ്, വഞ്ചനയാണ്, വഞ്ചനയാണ്. അതിൽ വീണു പോകരുത്, വീണു പോകരുത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു സ്ഥാനം നൽകി, അവര് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വഴികളെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണേ, ജീവിക്കണേ. അവർക്കാണ് സ്വർഗം, അവർക്കാണ് സ്വർഗം, അവരാണ് സ്വർഗവാസികൾ, അവർക്കാണ് അല്ലാഹുവിന്റെ തൃപ്തി. അല്ലാഹു നമുക്കത് നസീബാക്കട്ടെ, സ്വർഗത്തിന്റെ അവകാശികളാക്കി അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഔലിയാക്കന്മാരോടൊപ്പം അവരുടെ പാദങ്ങളെ പിൻപറ്റി ജീവിച്ചു മരിക്കാൻ അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. ഒരുപാട് മഹത്തുക്കളും കേൾവി കേട്ട ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ നടന്ന സ്ഥലമാണ്. ഈ വിനീതൻ ഇവിടെ പല പ്രാവശ്യവും ഇവിടെ കാസർഗോഡ് വരുമ്പോൾ സിയാറത്തിന് വേണ്ടി ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ എല്ലാ ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ എനിക്കറിയാം. വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിൽ പഠിക്കുമ്പോൾ ഈ നാട്ടിൽ സഹോദരങ്ങൾ അവിടെ പഠിക്കാൻ വരുമ്പോൾ അവിടെ ഇവിടുത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ തള്ളി പറയുന്നവനോ, ഔലിയാക്കന്മാരോട് വിരോധം വെച്ച് പുലർത്തുന്നവനോ, ഔലിയാക്കന്മാരെ നിന്ദിക്കുന്നവനോ, മരണപ്പെട്ടുപോയ ഔലിയാക്കന്മാർക്ക് കറാമത്തില്ല എന്ന് വാദിക്കുന്നവനോ ഒന്നുമല്ല ഞാൻ. അങ്ങനെ ആളുകൾ ചിലരൊക്കെ തെറ്റിദ്ധരിച്ച് കിംവദന്തികൾ പല സ്ഥലങ്ങളിലും പരത്താറുണ്ട്, വ്യാപിപ്പിക്കാറുണ്ട്. അതിനൊന്നും മറുപടി പറയാനുള്ള സമയമോ കാര്യങ്ങളോ സാധ്യത ഒന്നുമല്ല. പിന്നെ പലരും പല ഭാഗങ്ങളും പലതും പറയും. നമുക്ക് പ്രശ്നമില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വിരുദ്ധമായ ഒരു പ്രവർത്തന ശൈലി അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി എന്റെ ഭാഗത്തില്ല. ഏറ്റവും വലിയ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ഉസ്താദന്മാരുമായുള്ള ബന്ധം എനിക്കുണ്ട്, മശായിഖന്മാരുമായിട്ട് ബന്ധം എനിക്കുണ്ട്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന ആരിഫീങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. ഏതെല്ലാം കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ഏതെല്ലാം സ്ഥലങ്ങളിൽ മഹത്തുക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ടോ അവിടെയെല്ലാം ഈ വിനീതൻ പോയി സിയാറത്ത് ചെയ്യുന്നുമുണ്ട്. ആരെയും ബോധിപ്പിക്കാനോ അതല്ലെങ്കിൽ ആരെയും കാണാനോ
കാണിക്കാനോ വേണ്ടിയൊന്നുമല്ല. ഇതൊക്കെ ഒരു ഇഖ്ലാസിന്റെ പേരിലാണ്. എൻ്റെ പിതാവ് ചെറുപ്പം മുതലേ എന്നെ ഈ കാസർഗോഡ് പോലും 10 വയസ്സിൽ പല സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുവരികയും പല മഹത്തുക്കളുമായി ബന്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഒരുപാട് ആലിമീങ്ങളുമായുള്ള ബന്ധങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പിന്നെ ഒരാൾക്ക് ഒരാളെ കളിയാക്കാനോ പരിഹസിക്കാനോ ഒരാൾ തീരുമാനിച്ചാൽ അവർക്ക് എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. അത് ഏതെല്ലാം രീതിയിൽ എങ്ങനെയൊക്കെ വേണമെങ്കിലും ആളുകൾക്ക് പറയാം. അതിനകത്ത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ 14 വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ്, റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജനങ്ങൾക്കിടയിൽ ഒരു പടി, ഞാൻ ഒരു പടി കൂടുതൽ ഇസ്സത്ത് അല്ലാതെ ഒരു നിലയ്ക്കും അല്ലാഹു ദില്ലത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇതുവരെ എത്തിച്ചു.